പ്രത്യേകമായി എല്ലാ മതനേതാക്കളെയും വിളിച്ച്, വെള്ളാപ്പള്ളിയൊന്നും വേണ്ട കേട്ടോ, എല്ലാ മതനേതാക്കളെയും വിളിച്ച് ഒരു ഓണത്തിന് സദ്യ കൊടുക്കാൻ പിണറായിക്ക് തോന്നിയിട്ടില്ല. എന്താ അത്? ഹിന്ദുവിൻ്റെ ആഘോഷങ്ങൾക്ക് എന്താണ് രണ്ടാം സ്ഥാനം? എന്തുകൊണ്ടാണ് അതിനോട് വെറുപ്പ്? എനിക്ക് മനസ്സിലാവാത്തൊരു ചോദ്യമാണ്. ഇപ്പം ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ ഉത്സവങ്ങൾ, ഇന്ത്യക്കാരൻ്റെ നാടിൻ്റെ മൊത്തം ഉത്സവം, ഓണം പോലുള്ള ഉത്സവങ്ങൾ, ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഈ സർക്കാർ ഖജനാവിലെ കാശെടുത്തുകൊണ്ട് ക്രിസ്മസും ഇഫ്താറും ആഘോഷിക്കുന്നത് അധിക പ്രസംഗമല്ലേ, ദൂർത്തൽ? ഈ ചോദ്യം ഉത്തരം തരണം വേണ്ടേ? തീർച്ചയായും ഇത് വോട്ട് ബാങ്ക് തന്നെയാണല്ലോ. അല്ല, അപ്പം ഹിന്ദുവിന്റെ വോട്ട് വേണ്ടേ? ഹിന്ദുവിനോട് ചിലപ്പോൾ കിട്ടുമെന്ന് കരുതിയിരിക്കുന്നത് ആളുടെ ഇവിടെ ഇരിപ്പുണ്ട്. കേരളത്തിലെ ഹിന്ദു പാർട്ടി, ശരിക്കുള്ള ഹിന്ദു പാർട്ടി CPM ആണ്. അത് ഞാൻ പറഞ്ഞ ഈ അടിമകളായ ഈ ഹിന്ദുക്കൾ, ഞാൻ ഈ CPM ഉള്ള അമ്പലത്തിൽ പോകുന്ന നല്ല ഭക്തരായ ആൾ, ഇവർ അടിമകളെ, ഇവർക്ക് ബുദ്ധിയില്ലേ? ഞാൻ ചോദിക്കണം. കാരണം ഇതുപോലെ ദ്രോഹിക്കുന്ന, ഇതുപോലെ വിവേചനം കാണിക്കുന്ന ഈ പാർട്ടിക്കൊപ്പം നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നത്? അത് ഹിന്ദു എന്ന് പറഞ്ഞാൽ അവർക്ക് നാണക്കേടാ. അത് സംഘപരി പറയാൻ, നമ്മുടെ മുകുന്ദനൊക്കെ പറഞ്ഞത് എനിക്ക് കുറി കണ്ട പേടി വരുമെന്ന്. മുകുന്ദൻ പറഞ്ഞത് കുറി കണ്ട പേടി വരുമെന്ന്. അതായത് ഹിന്ദുവിന് കുറി തൊടാൻ പറ്റത്തില്ല, അവൻ്റെ അമ്പലത്തിലെ ആചാരങ്ങൾ നടത്താൻ പറ്റത്തില്ല, ക്ഷേത്രത്തിൽ പോകുന്ന പെണ്ണുങ്ങളെ കണ്ട ബുദ്ധിമുട്ടാണ്, പെണ്ണുങ്ങൾ ഈറിനണിഞ്ഞു പോകുന്നു, അത് വേറെ ലക്ഷ്യമാണ്. ഇതൊക്കെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ലോകയിട്ട അച്ഛന്മാരും താടി വെച്ച ഉസ്താദുമാരും അവിടെ കയറി അയലൊക്കെ തീറ്റി എന്തൊരു മോശമാണ്. നിങ്ങളാണ് യഥാർത്ഥ വർഗീയവാദികൾ. ഇത് പറയുന്ന ഞാൻ വർഗീയവാദിയാണോ? അല്ല. യഥാർത്ഥ വർഗീയവാദികൾ ഈ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അനുയായികളും, സംശയം വേണ്ട. അത് ഇവിടുത്തെ പ്രതിപക്ഷം, അവർക്കും നാളെ ഭരണം കിട്ടുമ്പോൾ ഇത് ചെയ്യാനുള്ള പരിപാടിയാണ്. മാത്രമല്ല പ്രതിപക്ഷം അവർ നടത്താനുള്ള സംവിധാനം ഉണ്ടല്ലോ. ഇപ്പൊ രാജ്മോഹൻ കൂടെ പ്രതിപക്ഷത്തിന് പുറത്തോട്ടാ പോകുന്നത്. അല്ല, പ്രതിപക്ഷം ഇതൊക്കെ എതിർക്കേണ്ട, ഇതിനെ എതിർക്കേണ്ടതാണ് അവര്. അതിന്